കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അക്കൗണ്ടന്റ് പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഈ ക്ലാസ്സിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന മൊഡ്യൂളിലെ, അതായത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷ സിലബസ് പ്രകാരം 9ാമത്തെ മൊഡ്യൂൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയിരുന്നു. ചില ഭാഗങ്ങൾ, ആദ്യ ഭാഗങ്ങൾ പകുതിയോളം ഭാഗം സിലബസിന്റെ ആദ്യ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. മുൻകാല ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റോ നോക്കുക. നിലവിൽ കമ്പനി ബോർഡ് എക്സാമുകൾക്ക് സിലബസ് ഇല്ലാത്തതിനാൽ നമ്മൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഇതേ യോഗ്യതയുള്ള പരീക്ഷ ആയതിനാൽ അതേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. വലിയ മാറ്റങ്ങൾ ഇല്ലാതെയോ അല്ലെങ്കിൽ ഇതേ സിലബസോ ഈ പരീക്ഷക്കോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സിന്റെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. സെഗ്മെന്റേഷൻ എന്ന ഭാഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. 9ാമത്തെ മൊഡ്യൂളിൽ 10 മാർക്കിന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയിരുന്നുള്ളത്. അതിന്റെ ആദ്യ ഭാഗങ്ങൾ കൺസ്യൂമർ ബിഹേവിയർ, ഇൻട്രൊഡക്ഷൻ പാർട്ടുകൾ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ, കോസ്റ്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, CRM പോലുള്ള ഭാഗങ്ങൾ ആദ്യമേ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സോ കാണുക. ഓരോ ക്ലാസ്സിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ, PYQ ഉൾപ്പെടെയുള്ളവ ഡിസ്കഷൻ നടത്താറുണ്ട്. അത് തൊട്ടടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുമുണ്ട്. ക്ലാസ്സുകൾ നോക്കാം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന ഭാഗത്ത് നമുക്ക് ആദ്യം പറയേണ്ടത് എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നതാണ്. നിലവിലെ പല കമ്പനികളും പല വേരിയന്റിൽ ഒരു പ്രൊഡക്റ്റ് തന്നെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മാക്ഡൊണാൾഡ്, ലോകത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്ക്, റെസ്റ്റോറന്റ് നെറ്റ്വർക്ക് ആയ മാക്ഡൊണാൾഡിന് പല രാജ്യങ്ങളിലും പല കൾച്ചറിലും പല രീതിയിലുള്ള ടേസ്റ്റ് ആണ് അവരുടെ ഫുഡിന് ഉണ്ടാവാറ്. ലോകം മൊത്തം ഒരേ മെനു അല്ല അവർ ഫോളോ ചെയ്യുക. ചില രാജ്യങ്ങളിൽ വെജ് ഓറിയന്റഡ് ആണെങ്കിൽ അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ആ രീതിയിലും, കോസ്റ്റൽ ഏരിയകളിൽ ഫിഷ് ഓറിയന്റഡ് ആയ പ്രൊഡക്റ്റുകളും, US പോലുള്ള മാർക്കറ്റുകളിൽ ബീഫിന് മുൻതൂക്കം നൽകിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, പല നാട്ടിലും പല രീതിയിൽ മെനു പ്രിപ്പയർ ചെയ്യാറുണ്ട്. നൈക്കിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൈക്ക് എന്നത് ഒരു അത്ലറ്റിക് എക്യുപ്മെന്റ്സ് അതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. അവർക്ക് അതിന്റെ കൂടെ തന്നെ മറ്റൊരു സെഗ്മെന്റ് കൂടിയുണ്ട്, കാഷ്വൽ വിയർ അല്ലെങ്കിൽ ഫാഷൻ സെഗ്മെന്റ് എന്ന രീതിയിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് സെഗ്മെന്റുകളും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ കാറുകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ബേസിക് വേരിയന്റ്, ഹൈ എൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞിട്ട് വിലയിൽ നല്ല അന്തരത്തോട് കൂടിയിട്ട് ഫീച്ചേഴ്സിൽ മാറ്റങ്ങളോട് ഉൾപ്പെടെ അവരെന്ത് ചെയ്യാറുണ്ട്, വ്യത്യസ്ത മോഡലുകൾ വിപണിയിൽ ഇറക്കാറുണ്ട്. അതെല്ലാം വ്യത്യസ്ത ആളുകളെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നത്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ ബ്രോഡ് മാർക്കറ്റ് ഇൻടു സ്മാളർ homogeneous groups of consumers who have similar needs, preference or characteristics. മാർക്കറ്റിലെ വ്യത്യസ്ത ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ ചില എലമെന്റിന്റെ ബേസിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ ആ ക്ലാസ്സുകളെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയാൻ പറ്റും. അത് ക്യാരക്ടറുടെ ബേസിലാവാം, അവരുടെ പ്രിഫറൻസിന്റെ ബേസിലാവാം, നീഡ്സിന്റെ ബേസിലാവാം. അതിലൊക്കെ സിമിലാരിറ്റി ഉള്ളവരൊക്കെ പിടിച്ചിട്ടൊരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ, ഒരേപോലെയുള്ളവരെ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പിനെ എന്ത് പറയാം, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയാം. ഇറ്റ് അലൗസ് ബിസിനസ് ടു ടാർഗറ്റ് സ്പെസിഫിക് ഗ്രൂപ്പ്സ് എഫക്റ്റീവ്ലി വിത്ത് ടൈലേർഡ് പ്രൊഡക്ട്സ്, പ്രൈസിങ് ആൻഡ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ്. ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ സെഗ്മെന്റുകളെയും ഇത്തരം കമ്പനികൾ ഫോളോ ചെയ്യാറില്ല, ഫോക്കസ് ചെയ്യാറില്ല. മുകളിൽ കൊടുത്തതുപോലെ ടാർഗറ്റ് സ്പെസിഫിക് ഗ്രൂപ്പുകൾ, അവർക്കൊരു സ്പെസിഫിക് ഗ്രൂപ്പിനെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിന് ഉതകുന്ന രീതിയിൽ ഒരു വില അതിനിട്ടിട്ടുണ്ടാകും. അതിന് പറ്റുന്ന രീതിയിൽ, അത് പ്രൊമോട്ട് ചെയ്യാവുന്ന രീതിയിൽ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് അവർ ഫോളോ ചെയ്യും. അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റും അവരെന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും. എന്നിട്ട് ആ ടാർഗറ്റ് സ്പെസിഫിക് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ഒരു സിമ്പിൾ ഡെഫിനിഷൻ കൂടിയുണ്ട്. Market segmentation is the identification of distinct groups of buyers within a market
ഈച്ച് റിക്വയറിംഗ് എ ഡിഫറെന്റ് മാർക്കറ്റിംഗ് മിക്സ്. ഇനി നമുക്ക് പറയേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണെന്നാണ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നത് ഒരു ക്യാരക്ടറിന്റെ ബേസിൽ, നീഡ്സിന്റെ ബേസിൽ, സിമിലാരിറ്റിയുടെ ബേസിൽ ഒരേപോലെയുള്ളവയെ പിടിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ആക്കുന്നതിനെയാണ് സെഗ്മെന്റ്. അതിൽപ്പെട്ട ഒരു ഗ്രൂപ്പിനെ സെഗ്മെന്റ് എന്ന് പറയും. ആ പ്രോസസിനെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയും. അങ്ങനെ സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യുക എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഒബ്ജക്റ്റീവ്സ്? എന്തിനാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ചെയ്യുന്നത്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഒന്നാമത് പറയുന്നു ഐഡന്റിഫൈ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ക്ലിയർലി. കാരണം ഇവരെ ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ടാർഗറ്റ് ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ട്, അവരെ കൃത്യതയോട് കൂടിയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോൺസൺസ് ബേബി പ്രൊഡക്ട്സുകൾ ഉണ്ട്, കുട്ടികൾക്കും അമ്മമാർക്കും മാത്രമായി അവർ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ട്. അത് അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രത്യേക സെഗ്മെന്റ് ആണ്. അത് അവരെ ആവശ്യം തിരിച്ചറിഞ്ഞിട്ട് അവർ ഏരിയ മാത്രം, ബാക്കിയുള്ള സെഗ്മെന്റുകളൊന്നും ഫോക്കസ് ചെയ്യാതെ കുട്ടികൾക്ക്, അമ്മമാർക്ക് എന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റും. അതായത് ഓരോ ആളുകളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് ഒരു ടീമിന് എന്ത് ചെയ്യാണ്, ഫോക്കസ് ചെയ്യാണ്. അതിൽ അവരെ ഐഡന്റിഫൈ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ഈ രീതിയിൽ അവർക്ക് ഉതകുന്ന, അവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട്, സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ഏരിയ കണ്ടെത്തി അത് എന്ത് ചെയ്യാണ്, ടാർഗറ്റ് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ക്ലിയർലി. മുഴുവൻ ആളുകളെയും അവർ ഫോക്കസ് ചെയ്യുന്നില്ല, മാസ് മാർക്കറ്റിംഗ് നടത്തുന്നില്ല. അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. 2, ഡെവലപ്പ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. വ്യത്യസ്ത ആളുകളുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്ത ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ ഓരോ വിഭാഗത്തിനും അനുയോജ്യമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്ലോ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞിട്ട് യുവതികൾക്കായിട്ട്, ലേഡീസിന് പ്രത്യേകം പരസ്യം ചെയ്യുന്നുണ്ട്. മെൻസ് ഫെയർനെസ് ക്രീം എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്ക് വേറെ രീതിയിലും പരസ്യം ചെയ്യുന്നുണ്ട്. അത് 2 വിഭാഗങ്ങൾക്ക് അവർക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ, അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഇരു വിഭാഗങ്ങൾക്കും എന്താണ് പ്രമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. 2 വിഭാഗത്തിൽ 2 രീതിയിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്പിംഗ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. 3-മത്തത് യൂട്ടിലൈസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. കാരണം യൂട്ടിലൈസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ സമയം ഒരു റിസോഴ്സ് ആണ്, ടൈം ഒരു റിസോഴ്സ് ആണ്, മണി അല്ലെങ്കിൽ ഇവരെ എഫേർട്ട്, അങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യേണ്ടതുണ്ട്, എഫക്റ്റീവ് ആയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് അത് വിനിയോഗിക്കേണ്ടതുണ്ട്. അതിന്റെ റിസൾട്ടും കിട്ടും. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ജ്വല്ലറി ബ്രാൻഡുകളുണ്ട്, ജോയ് ആലുക്കാസ്, കല്യാൺ ജ്വല്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മെയിൻ അവരൊരു സീസൺ അല്ലെങ്കിൽ അവരൊരു മെയിൻ മാർക്കറ്റ് എന്നത് കേരളത്തിലെ എന്താ പറയാ വെഡിങ് സീസൺ ആണെങ്കിൽ വെഡിങ് സീസൺ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് ആണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. ആ കല്യാണങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവരെ മാർക്കറ്റ്. നിലവിൽ ഗോൾഡിന് വില കൂടിയതിനാലും അത് ചെറിയൊരു എന്താ പറയാ പഴയ രീതിയിൽ ഗോൾഡ് ജ്വല്ലറി ബിസിനസ് ഒരു പക്ഷെ നടക്കുന്നുണ്ടാവില്ല. അതിന് മറ്റൊരു കാരണങ്ങളുണ്ട്. ഇവർക്ക് ജ്വല്ലറിക്ക് ഏത് വിലയാണെങ്കിലും ഇപ്പൊ പവന് 3500 രൂപ ആയ കാലങ്ങളുണ്ട്, 6000 ആയ സമയമുണ്ട്, ഇപ്പൊ 90,000, 80,000, 90, 95,000 രൂപ വരെ ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവരെ പണിക്കൂലി എപ്പോഴും പെർസെന്റേജിലാണ് പറയാറ്. ഈ വില കൂടനുസരിച്ച് ഈ പണിക്കൂലി കൂടാണ്ടില്ലല്ലോ, അതൊരു ഫിക്സഡ് ചാർജിലല്ല പറയേണ്ടത്. എന്നിരുന്നാലും മലബാർ ഏരിയയിലെങ്കിലും ഗോൾഡിന് പഴയ രീതിയിൽ ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇല്ല എന്ന് നമുക്ക് ഇതിന്റെ കൂടെ പറയാൻ പറ്റും. നമ്മുടെ വിഷയം അതല്ലെങ്കിലും, അതായത് യൂട്ടിലൈസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി, മെയിൻ ആയിട്ട് ടൈം, മണി അല്ലെങ്കിൽ എഫേർട്ട്, ഇത്തരം റിസോഴ്സുകൾ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കേണ്ടതുണ്ട്. ഒരു മാസ് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ എന്താ പറയുക ഒരുപാട് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യാതെ അവർക്ക് സ്യൂട്ടബിൾ ആയ അനുയോജ്യമായ ഓരോ സെഗ്മെന്റ് കണ്ടെത്തിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് അവർ റിസോഴ്സ് ഈ പറഞ്ഞ
ടൈം, മണി, എഫേർട്ടൊക്കെ വിനിയോഗിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് അച്ചീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മോഡേൺ മാർക്കറ്റിൽ വളരെ ക്രൂഷ്യലാണ്. മാത്രമല്ല ഓരോ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടെത്തിയിട്ട് അത് നൽകുമ്പോഴാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞു ഓരോ പ്രോഡക്റ്റിനും വ്യത്യസ്ത വേരിയന്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അമുൽ എന്ന ബ്രാൻഡ് കുട്ടികൾക്കായിട്ട് അമുൽ കൂൾ എന്നും, യുവാക്കൾക്കായിട്ട് അമുൽ ഐസ്ക്രീം എന്നും, മുതിർന്നവർക്ക് അമുൽ ഗീ എന്നൊക്കെ രീതിയിൽ വ്യത്യസ്ത പ്രൊഡക്റ്റ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് ഓരോ വിഭാഗത്തിനും അനുയോജ്യമായി നൽകുമ്പോഴാണ് അത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. കുട്ടികൾക്ക് അവരുടെ രീതിയിൽ ടേസ്റ്റിൽ ഒരു പ്രോഡക്റ്റ് ഇഷ്യൂ ചെയ്യുന്നു, ആ ടേസ്റ്റിൽ പക്ഷേ മുതിർന്നവർക്ക് പറ്റണമെന്നില്ല. അപ്പൊ കുട്ടികൾക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് കുട്ടികൾക്ക് എങ്ങനെ അവരെ അട്രാക്ട് ചെയ്യാം എന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് അതിലുണ്ടാവുക. ആ രീതിയിലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തും. ഓരോ സെഗ്മെന്റിനും ഇതേപോലെ വ്യത്യസ്ത രീതിയിൽ ആ സെഗ്മെന്റിനെ അട്രാക്ട് ചെയ്യാൻ തക്ക വിധത്തിലുള്ള അവർക്ക് അനുയോജ്യമായ ഉൽപ്പന്നവും പ്രൊമോഷൻ ആക്ടിവിറ്റീസും നൽകുന്നതോട് കൂടിയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ആ ഒരു ടാർഗറ്റും കൂടി എന്ത് ചെയ്യുന്നു, അച്ചീവ് ചെയ്യുന്നു. ഇനി നമുക്ക് അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. ഗെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ഓഫറിങ്സ്. വ്യത്യസ്തമായ ഓഫറുകളിലൂടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കാരണം വിപണിയിൽ വളരെയധികം മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ വിപണി പിടിച്ചെടുക്കുക എന്നതിൽ ഒരു മുഖ്യമായ ഒരു എലമെന്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് ഇവർക്ക് ഉണ്ടെങ്കിൽ അതാണ് എന്ത് പറയാം, അത് അച്ചീവ് ചെയ്യാം, ഗെയിൻ ചെയ്യാം. ഇപ്പൊ മുമ്പ് ഒരു എക്സാമ്പിൾ പറയുകയും നിലവിൽ BSNL ഉപഭോക്താക്കൾക്ക് വളരെ കുറവാണ്. BSNL കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. ഒരു കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ കാലങ്ങളിൽ സെല്ലുലാർ സർവീസ് വന്ന സമയങ്ങളിൽ BSNL ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് എല്ലാ നാട്ടിലും എക്സ്ചേഞ്ചുകൾ ഉണ്ടാവും, ടെലിഫോൺ എക്സ്ചേഞ്ച്. അപ്പൊ അതുമായി ക്ലബ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് BSNL സെല്ലുലാർ സർവീസ് കൊണ്ടുവരാൻ എളുപ്പത്തിൽ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മുക്കിലും മൂലയിലും അവർക്ക് റേഞ്ച് കൊടുക്കാൻ ആ സമയത്ത് സാധിച്ചു. മറ്റുള്ള കമ്പനികൾക്ക് അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് സിറ്റി, ഹൈവേ, റെയിൽവേ പോലുള്ള മെയിൻ ഏരിയയിൽ മാത്രമേ റേഞ്ച് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ആ കേരളം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ എല്ലാം റൂറൽ ഏരിയയിലടക്കം റേഞ്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നത് BSNL ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലങ്ങളിൽ ഓരോ കമ്പനികൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, അത് എങ്ങനെ ഗെയിൻ ചെയ്യാം എന്നതിന് ഒരു മാർഗം സെഗ്മെന്റേഷൻ ആണ്. ഇപ്പോൾ പെയിന്റുകളുടെ പരസ്യം, ഏത് പരസ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർ ഓരോ മേഖലക്കും പറ്റിയ പെയിന്റ് ഇറക്കുക. ഒരു പെയിന്റ് ഇറക്കുക എന്നല്ല ചെയ്യുന്നത്, അത് ഓരോ കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്ത കാലാവസ്ഥകൾ ഉണ്ടാവില്ല. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മഴയും വെയിലും മാറി മാറി വരും. അപ്പൊ പായൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവര് പരസ്യം തന്നെ നമുക്ക് അറിയാമല്ലോ, പായലിലെ വിടാന്നൊക്കെ പറയട്ടെ. ആ പരസ്യം അല്ല തമിഴ്നാട്ടിൽ വേണ്ടി വരും. അപ്പൊ അവിടെ വേറെ രീതിയിലാണ് പ്രൊഡക്റ്റ് വേണ്ടത്, വേറെ രീതിയിൽ പരസ്യം വേണ്ടത്. അപ്പൊ ഓരോ സെഗ്മെന്റ് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിൽ മാറ്റം വരുത്താൻ പറ്റും. അത്തരം പ്രൊമോഷനിലും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്തേണ്ടതുണ്ട്. അഞ്ചാമത്തത് ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി ബൈ ഫോക്കസിങ് ഓൺ ദി മോസ്റ്റ് പ്രോഫിറ്റബിൾ സെഗ്മെന്റ്. നേരത്തെ സൂചിപ്പിച്ചതാണ്, എല്ലാ സെഗ്മെന്റുകളും ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല. ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെഗ്മെന്റുകൾ മാത്രമേ ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചില പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, പ്രീമിയം പ്രൊഡക്റ്റ് മാത്രമേ അവർ ഇറക്കുള്ളൂ, വിത്ത് പ്രീമിയം പ്രൈസിങ് ആയിരിക്കും. അവർ ലോക്കൽ കസ്റ്റമേഴ്സിനെയോ വരുമാനം കുറഞ്ഞ ഉള്ള ആളുകളെയോ ഫോളോ ചെയ്യുന്നില്ല. ഒരു പക്ഷേ വളരെ കുറഞ്ഞ കച്ചവടം മാത്രമേ ഈ പ്രീമിയം സെഗ്മെന്റ് നടക്കുകയുള്ളൂ, പക്ഷെ അവർക്ക് അത് മതി. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിളിന്റെ ഐഫോണുകൾ, അത് ഒരു എല്ലാ ഇൻകം ലെവൽ പീപ്പിളിനെ ഉദ്ദേശിച്ച് ഇറക്കുന്നതല്ല. അത് പ്രീമിയം പ്രൊഡക്റ്റ്, പ്രീമിയം പ്രൈസിലാണ്. അത് അവർ 6, 7 അല്ലെങ്കിൽ വർഷം കൂടുമ്പോൾ അവർ എന്ത് ചെയ്യും, പുതിയ അപ്ഡേഷൻസ് വരും. അപ്പൊ നിലവിൽ ഉപയോഗിക്കുന്ന ആളുകൾ അതിന്റെ പിറകെ പോകും. 1 ലക്ഷം മുകളിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ട് അതിന്റെ പ്രൈസ് വരും. അത് ഒരു 6, 7 മാസം കഴിയുമ്പോൾ അവർ അടുത്ത പ്രൊഡക്റ്റ് വരും. അപ്പൊ നിലവിൽ ഉപയോഗിക്കുന്ന ആൾ അത് ഒഴിവാക്കിയിട്ട് അടുത്തതിന്റെ കൂടെ പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സെഗ്മെന്റിനെയാണ് അവരത് ഫോക്കസ് ചെയ്യുന്നത്. പറഞ്ഞു വന്നത് ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. ഓരോ സെഗ്മെന്റ്, അവർക്ക് അനുയോജ്യമായ സെഗ്മെന്റ് ഫോക്കസ് ചെയ്യുക, അതിലൂടെ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. ഐഡന്റിഫൈങ് ടാർഗറ്റ് കസ്റ്റമേഴ്സ്, ഡെവലപ്പിംഗ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, യൂട്ടിലൈസ് റിസോഴ്സസ് എഫിഷ്യന്റ്ലി, അച്ചീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഗെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്,
ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. ഇത്രയും ഒബ്ജക്റ്റീവ്സ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇതിന്റെ ഒരു ആവശ്യകത, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ അത്യാവശ്യമുള്ള ഒരു സ്ട്രാറ്റജി തന്നെ ആണോ? കാരണം ആണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓരോ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് ആർ ഹെക്ട്രോജീനിയസ്, ഒരേപോലെയല്ല, ഒരു ഹോമോജീനിയസ് മാർക്കറ്റേ അല്ല. ഓരോ ആളുകളുടെയും എന്തുണ്ട്, അവരെ ടേസ്റ്റും പ്രിഫറൻസിലും അവര് വാങ്ങാനുള്ള കഴിവിൽ ശേഷിയിൽ പോലും അവർക്ക് എന്തുണ്ട്, വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാവും, അപ്പൊ അവരുടെ താല്പര്യങ്ങൾ വേറെ ആയിരിക്കും. ഒരുപാട് ആളുകൾക്ക് കയ്യിൽ എന്തുണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല, അപ്പൊ അവരുടെ താല്പര്യങ്ങൾ വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മാസായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുക എന്നത് എന്തല്ല, ഒരു സ്ട്രാറ്റജിയേ അല്ല. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അർബൻ ഏരിയകളിൽ ഇന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫാസ്റ്റ് ഫുഡിന്റെ ഭാഗമായിട്ട് KFC, ഡൊമിനോ അതുപോലുള്ള ബ്രാൻഡുകൾ കാണാൻ പറ്റാറുണ്ട്. കാരണം അത് അവിടുത്തെ ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അത് വേറെയാണ്. അതേപോലെ അത്രയൊന്നും എന്തല്ല ഒരു ലോക്കൽ ഏരിയയിൽ ഈ പറഞ്ഞ ബ്രാൻഡുകൾ കാണാൻ കിട്ടാറില്ല. അതിന്റെ ഒരു കാരണം എന്താണെങ്കിൽ അർബൻ റൂറൽ മാർക്കറ്റുകൾ ഒരേപോലെ അല്ല, രണ്ട് തരം കസ്റ്റമേഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അവരെയൊക്കെ അനുയോജ്യമായ രീതിയിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് ഉണ്ടായേ പറ്റുള്ളൂ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. കാരണം മാർക്കറ്റ്സ് ആർ ഹെക്ട്രോജീനിയസ്, ഒരേ രൂപത്തിലല്ല മാർക്കറ്റ് ഉള്ളത്. 2, ഹെൽപ്സ് ഇൻ ബെറ്റർ പൊസിഷനിങ് ഓഫ് പ്രൊഡക്ട്സ്. കാരണം പൊസിഷനിങ് ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റ് ചെയ്തിട്ട് 1-2 സെഗ്മെന്റുകൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അവർ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യുന്നതിനാണ് എന്താ പറയുക, പൊസിഷനിങ് എന്ന് പറയും. അപ്പോൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ശരിയായ രീതിയിൽ വിപണിയിൽ എത്തിക്കേണ്ടതുണ്ട്, അത് നിലനിർത്തേണ്ടതുണ്ട്. അതിനാണ് ഹെൽപ്സ് ഇൻ ബെറ്റർ പൊസിഷനിങ് ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ടാറ്റയുടെ നാനോ കാർ മുമ്പ് കേരളത്തിലെ ചിപ്പസ്റ്റ് കാർ എന്ന ഒരു ടാഗ് ലൈനിൽ വന്ന ഒരു കാറായിരുന്നു. അത് ലോ ഇൻകം കുടുംബങ്ങൾ ലക്ഷ്യം വെച്ചു. പക്ഷെ അവരെ വാഹനവും അവരെ എല്ലാ കാര്യങ്ങളും ഓഫ്ഷാറായിരുന്നു, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അവർ ഉപയോഗിച്ച ടാഗ് ലൈനിൽ അല്ലെങ്കിൽ അത്തരം പരസ്യങ്ങളിലെ ആ വേർഡ് ചീപ്പസ്റ്റ് എന്ന വേർഡ് കൊണ്ട് മാത്രം എന്ത് ചെയ്ത് ആ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, വിജയിച്ചില്ല. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയത് അവർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പിൻവലിക്കല്ല, അവർ പ്രൊഡക്ഷൻ നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബെറ്റർ പൊസിഷനിങ്ങിനെ അതിന് ചില എലമെന്റുകൾ അതിന് സഹായിച്ചില്ല. പക്ഷെ അത് അവരൊരു ഫോക്കസ് വളരെ കൃത്യമായിരുന്നു. ലോ ഇൻകം കുടുംബങ്ങളെ ലക്ഷ്യം വെച്ച് ബൈക്ക് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതെല്ലാ കാലത്തിലും പറ്റുന്ന ഒരു വാഹനമല്ല, അത് അവർക്കൊരു കാർ എന്ന രീതിയിലാണ് ഇവര് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ അർത്ഥത്തിൽ ഹെൽപ്പിൻ ബെറ്റർ പൊസിഷനിങ് ഓഫ് പ്രൊഡക്റ്റ് എന്ന അർത്ഥത്തിൽ അത് എന്ത് ചെയ്യുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അത് രണ്ടാമത്തെ ഒരു നീഡാണ്. മറ്റൊരു നീഡ് പറയുകയാണെങ്കിൽ മറ്റൊന്ന് എയ്ഡ്സ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, NPD, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അതായത് പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സെഗ്മെന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓരോ സെഗ്മെന്റേഷനെ പഠിച്ചിട്ട് അവരെ ആവശ്യങ്ങൾ നോക്കിയിട്ടാണല്ലോ പ്രൊഡക്റ്റുകൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്നതിന് തീർച്ചയായിട്ടും സെഗ്മെന്റേഷൻ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഓണം എന്ന് പറയുന്നത് ഒരു വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയാ സെയിൽസ് നടത്തുന്ന ഒരു സീസണാണ്, സമയമാണ്. മാത്രമല്ല ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് പോലും കേരളത്തിലെ ഓണം സീസണിനെ കുറിച്ച് വളരെ കറക്റ്റായ ഐഡിയ ഉണ്ട്. അവര് ആ സമയം നോക്കിയിട്ട് പ്രത്യേകം എന്തുണ്ടാക്കാറുണ്ട്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. മാത്രമല്ല ആ സമയത്ത് ഇന്റർനാഷണൽ കമ്പനികൾ കേരളത്തിലോട്ട് ഈ പറയുന്ന രീതിയിലുള്ള അവരെ കമ്പനി റെപ്രസെന്റേറ്റീവ്സിനെ അയക്കാറ് പോലും ഉണ്ട്. കാരണം അത്രത്തോളം ഫേമസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ മാത്രമുള്ള ഒരു ആഘോഷം എന്ന രീതിയിൽ ഓണം അവർ കാണുന്നുണ്ടെങ്കിൽ അവർ കാണുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചുള്ള വിപണി ആണ് വലുത്. അത് എന്തെല്ലാം രീതിയിൽ അവർക്കത് ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമത്തിൽ അവർ ചെയ്യും.
അപ്പോൾ ഓണം എന്നത് ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് പോലും വളരെ വ്യക്തമായിട്ട് അറിയാം, അത് കേരളത്തിലെ കച്ചവടം നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്ര സമയത്തിനനുസരിച്ച് അനുയോജ്യമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുക. അടുത്ത നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നത് ഫെസിലിറ്റേറ്റ്സ് പ്രൈസിങ് ഡിസിഷൻ അക്കോർഡിംഗ് ടു സെഗ്മെന്റേഷൻ. സെഗ്മെന്റ് വൈസ് ചെയ്തിട്ട് തന്നെ പ്രൈസ് തീരുമാനിക്കുന്നുണ്ട്. മുമ്പേ സൂചിപ്പിച്ചു കാറിന്റെ കേസ്, ഹൈ എൻഡ് വേരിയന്റ്, ലോ എൻഡ്, ബേസിക് വേരിയന്റ് എന്ന രീതിയിൽ രണ്ടിനും വിലയിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. മിഡ് വേരിയന്റുകൾ ഉണ്ടാവാറുണ്ട്. ഫീച്ചേഴ്സിൽ വളരെയധികം മാറ്റം ഉണ്ടാവാറുണ്ട്. അത് എന്താണ്? ഫെസിലിറ്റേറ്റ്സ് പ്രൈസിങ് ഡിസിഷൻ അക്കോർഡിംഗ് ടു സെഗ്മെന്റ് ആണ്. ഓരോ സെഗ്മെന്റ് അനുസരിച്ച് അവർ പ്രൈസ് സെറ്റ് ചെയ്യാണ്. ഇനി അതല്ലെങ്കിൽ ഒരു എയർലൈൻ ടിക്കറ്റിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എക്കണോമിക് ക്ലാസ്, ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നീ രീതിയിൽ വ്യത്യസ്ത സെഗ്മെന്റുകൾക്ക് വ്യത്യസ്ത പ്രൈസ് ഉണ്ടാവാറുണ്ട്. ഒരേ ഫ്ലൈറ്റ് ആണ്, ഒരേ യാത്രയാണ് എങ്കിൽ പോലും വ്യത്യസ്ത ക്ലാസ് വൈസിൽ ഫീച്ചറിൽ മാറ്റം ഉണ്ടാകും, പ്രൈസിലും എന്തുണ്ട്? മാറ്റമുണ്ട്. അത് ഓരോ ക്ലാസ്സും ഓരോ സെഗ്മെന്റും ഓരോ ആളുകളെയാണ് ഉദ്ദേശിച്ചത്. അതിനനുസരിച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസിങ് ഡിസിഷൻ നടത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇംപ്രൂവ് പ്രൊമോഷൻ എഫക്റ്റീവ്നെസ്. കാരണം റൈറ്റ് മെസ്സേജ് ടു റൈറ്റ് ഓഡിയൻസ്, എല്ലാ ആളുകൾക്കും ഒറ്റ രീതിയിലുള്ള ഒരു മാസ് അഡ്വർടൈസ്മെന്റ് അല്ല, ഒരു മാസ് പ്രൊഡക്റ്റ് അല്ല. ഓരോ സെഗ്മെന്റ് വൈസ് ഓരോ ഗ്രൂപ്പിനും എഫക്റ്റീവായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോർലിക്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കുട്ടികൾക്ക് ജൂനിയർ ഹോർലിക്സ് എന്നും മുതിർന്ന സ്ത്രീകൾക്ക് വിമൻസ് ഹോർലിക്സ് എന്നും മുതിർന്ന പൗരന്മാർക്ക് അല്ലെങ്കിൽ മുതിർന്ന ഏജ്ഡ് ആയ ആളുകൾക്ക് ഹോർലിക്സ് 50+ എന്ന രീതിയിൽ വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു പരസ്യമല്ല, ഓരോ ഗ്രൂപ്പിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ പരസ്യത്തിന്റെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇംപ്രൂവ് പ്രൊമോഷൻ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വന്നത് വാട്ട് ആർ ദ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സെഗ്മെന്റേഷൻ ആണ്. ഇതിന് എന്തെല്ലാം കാരണം കൊണ്ടാണ് സെഗ്മെന്റേഷന്റെ ആവശ്യകത? ഒന്ന്, ഹെട്രോജീനിയസ് ആയ മാർക്കറ്റാണ്, അത് ഹോമോജീനിയസ് അല്ല. മറ്റൊന്ന്, ഹെൽപ്സ് ഇൻ ബെറ്റർ പൊസിഷനിങ് ഓഫ് പ്രൊഡക്ട്സുകൾ കൂടിയിരുത്തേണ്ടതുണ്ട് ഏറ്റവും അനുയോജ്യമായ സെഗ്മെന്റിൽ. മറ്റൊന്ന്, എയ്ഡ്സ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. NPDന്റെ സമയത്തും പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്തും സെഗ്മെന്റേഷൻ അതിയായ പ്രാധാന്യമുണ്ട്. ഫെസിലിറ്റേറ്റ്സ് പ്രൈസിങ് ഡിസിഷൻസ് അക്കോർഡിംഗ് ടു സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റിനും അവർക്ക് അനുയോജ്യമായ പ്രൈസേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കൂടുതലാവാൻ പാടില്ല, കുറവാവാൻ പാടില്ല. അപ്പൊ സെഗ്മെന്റേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ഏറ്റവും ലാസ്റ്റ് നീഡ് ഇംപ്രൂവ് പ്രൊമോഷൻ എഫക്റ്റീവ്നെസ്. കാരണം റൈറ്റ് മെസ്സേജ് ടു റൈറ്റ് ഓഡിയൻസ് ആണ്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അത് സെഗ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. ഓരോ സെഗ്മെന്റേഷന്റെ ക്യാരക്ടർ അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഹോർലിക്സിന്റെ കേസിൽ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, മുതിർന്ന പൗരന്മാർക്ക് എന്ന രീതിയിൽ വ്യത്യസ്ത പ്രൊഡക്റ്റ്, വ്യത്യസ്ത പരസ്യങ്ങൾ, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്ന് നടത്തിയാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. നെക്സ്റ്റ്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫോർ സക്സസ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? സെഗ്മെന്റ് ചെയ്യേണ്ടത്, ക്രൈറ്റീരിയ എന്താണ്? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് സെഗ്മെന്റേഷൻ? നോക്കാം. സെഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഓരോ എലമെന്റുകളിൽ ഒന്ന്, മെഷറബിൾ ആണ്. ഗുഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ മസ്റ്റ് ബി മെഷറബിൾ. ഒന്നാമത്തെ പറയുന്നത് അത് മെഷറബിൾ ആവണം എന്നാണ്. ആ സെഗ്മെന്റ് മെഷറബിൾ ആവണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി കീഴിലുള്ള BCom 4 year വന്നല്ലോ, പുതിയൊരു ബുക്ക് ഇറക്കുകയാണ് നമ്മൾ. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുമല്ലോ ഈ യൂണിവേഴ്സിറ്റി കീഴിൽ എത്ര കോളേജുകളുണ്ട്, എവിടെയൊക്കെ BCom കോഴ്സ് ഉണ്ട്, അവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, അവർക്ക് എത്ര പേർക്ക് ഈ ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വരുമാനം ഉണ്ടോ, അവർക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടാവില്ല, അവർ വാങ്ങാനുള്ള കഴിവും അതിനനുസരിച്ച് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അതിന് അനുയോജ്യമായ ഒരു ബുക്ക് ആയിരിക്കേണ്ടി ആണ് എന്ത് ചെയ്യേണ്ടത്? സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്യേണ്ടി വരിക. ഇപ്പൊ മറ്റു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സ് ആപ്പുകൾ ഉണ്ടല്ലോ. ഇപ്പൊ കേരള PSCക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് ഒരു കോച്ചിങ് നൽകുന്ന ഒരു ആപ്പാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റും എത്ര ആളുകളാണ് ഈ പരീക്ഷ എഴുതാൻ പോകുന്നത്, ആ ആളുകളിൽ എത്ര പേരായിരിക്കും ഇവരെ ഈ സെന്ററിൽ അല്ലെങ്കിൽ ഇവരെ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക, അവരെ വരുമാന സ്രോതസ് എന്താണ്, അവർ നിലവിൽ ജോലി ഉള്ളവരാണോ,
അവർക്ക് എത്രത്തോളം ഫീസ് അടക്കാൻ സാധിക്കും, ഫീസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫീസ് കുറച്ചാൽ ഇതിലേറെ കൂടുതൽ പേര് ജോയിൻ ചെയ്തേക്കാം എന്ന രീതിയിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. അതുപോലെ ഓൺലൈൻ ആപ്പുകളായ അൺഅക്കാഡമി, ബൈജൂസ് ആപ്പ് ഒക്കെ അവർക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കാരണം ആ സെഗ്മെന്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം. രണ്ട്, ആക്സസിബിൾ. മെഷർ ചെയ്യാൻ പറ്റുന്ന മാത്രമല്ല ക്യാൻ ബി റീച്ച് ത്രൂ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ. ആ സെഗ്മെന്റ് ഇവർ ഓപ്റ്റ് ചെയ്തല്ലോ, അത് കറക്റ്റ് ഇവർക്ക് അതിന്റെ സൈസും ഒക്കെ അളക്കാൻ പറ്റിയിട്ടുണ്ട്, മെഷർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് അത് ആക്സസബിളും ആവണം. കാരണം അവർക്ക് മൊത്തത്തിൽ അത് ഫുൾഫിൽ ചെയ്യാനും സാധിക്കണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അർബൻ ഏരിയകളിൽ എന്തുണ്ട്, സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ആപ്പുകൾ വഴിയായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഡെലിവറി നടത്തുന്നുണ്ട്. കാരണം അർബൻ ഏരിയ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി പ്രായോഗികത ഉണ്ട് അർബൻ റൂറലിനേക്കാൾ കൂടുതൽ. അവരിലേക്ക് എത്താൻ ഈ എന്താ പറയാ ആപ്പ് തന്നെ ധാരാളമാണ്. എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, എല്ലാവരുടെ കയ്യിൽ നെറ്റ്വർക്ക് ഉണ്ട്, കണക്റ്റഡ് ആണ്. അവർക്ക് ജസ്റ്റ് ആപ്പിലൂടെ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്, മിനിറ്റുകൾക്കകം അത് കിട്ടുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ അർബൻ ഏരിയയിൽ നിലവിൽ സാധ്യമാവുള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ എന്താണ്, അത്രയും കസ്റ്റമേഴ്സിന് അവർക്ക് ആക്സസബിൾ ആണ്. മൂന്നാമത്തെ സസ്റ്റൈനബിൾ ആണ്. സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ ലാർജ് ആൻഡ് പ്രോഫിറ്റബിൾ എനഫ് ടു സെർവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതും എന്താണ്, അതായത് പ്രോഫിറ്റ് കിട്ടുന്നതിൽ ഏറ്റവും മികച്ച എന്താ പറയാ സെഗ്മെന്റ് ആയിരിക്കണം. അത് നിലനിൽക്കുള്ളൂ. അത് സബ്സ്റ്റാൻഷ്യൽ ആണ്. വായിച്ച മാറിക്കൊണ്ട് സബ്സ്റ്റാൻഷ്യൽ ആണ്. ലാർജ് ആൻഡ് പ്രോഫിറ്റബിൾ എനഫ് ടു സെർവ് എന്ന് പറഞ്ഞാല് വളരെ ചെറിയതല്ലാത്ത എന്നാലോ ലാഭകരമായ അത്തരം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെഗ്മെന്റും ആയിരിക്കണം ഓപ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ജ്വല്ലറി ബിസിനസ് സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിവാഹ സീസൺ ആണ് അവരെ മെയിൻ ആയ ഫോക്കസ്. അതിന് ഒതുങ്ങുന്ന രീതിയിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പൊ ആ സീസൺ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രാൻഡുകൾക്ക് എന്തുണ്ടാവില്ല, നിലനിൽപ്പുണ്ടാവില്ല. പിന്നെ നാലാമത്തത് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അതർ ഗ്രൂപ്പ്സ് ഇൻ റെസ്പോൺസ് ടു മാർക്കറ്റിംഗ്. മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തതയുമാണ്. അതായത് ഡിഫറൻഷിയേറ്റബിൾ ആയിരിക്കണം. ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വ്യത്യാസമായതായിരിക്കണം, വ്യത്യാസമായി തിരിച്ചറിയുന്നതായിരിക്കണം എന്നുകൂടി വ്യക്തമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓരോ സെഗ്മെന്റും മറ്റൊന്നിൽ നിന്ന് എന്തായിരിക്കണം, ഡിഫറെന്റ് ആയിരിക്കണം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഹോർലിക്സ്, കുട്ടികൾക്ക് ജൂണിൽ ഹോർലിക്സ് ഉണ്ട്, സ്ത്രീകൾക്ക് വിമൻസ് ഹോർലിക്സ് ഉണ്ട്, മുതിർന്നവർക്ക് ഹോർലിക്സ് 50+ ഉണ്ട്. ഈ മൂന്നും സെഗ്മെന്റും ഡിഫറൻഷിയബിൾ ആണ്. അത് വേർതിരിക്കാൻ പറ്റും. ആ രീതിയിൽ സ്പെസിഫിക് ആയിട്ട് എന്തുവാണ്, ഡിഫറൻസ് വേണമെന്നാണ് പറഞ്ഞത്. ഓരോ സെഗ്മെന്റുകൾ ആക്ഷനബിൾ ആണ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു കമ്പനി ഈ പറഞ്ഞ എഫക്റ്റീവായിട്ട് മാർക്കറ്റ് പ്രോഗ്രാമുകൾ ആവിഷ്കരിക്കുന്ന രീതിയിൽ ആ രീതിയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ അത് വ്യത്യസ്ത എന്താ പറയാ നാട്ടിലേക്ക് വ്യത്യസ്ത കാലാവസ്ഥക്ക് അനുയോജ്യമായ പ്രോഡക്റ്റ് അവരുടെ കയ്യിലുണ്ട്. അതിൽ തന്നെ എക്കണോമിന്നും പ്രീമിയം പെയിന്റും ലക്ഷറി പെയിന്റ്സ് ഒക്കെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അവിടെ കാണാൻ പറ്റും. അതൊക്കെ എന്താണ്, അത് നടപ്പിലാക്കണമല്ലോ. ആ ആവശ്യമുള്ള ആളുകൾക്ക് അവരെ കൊണ്ട് ഇത് വായിപ്പിക്കണമല്ലോ. അതാണ് ആക്ഷനബിൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലവരായിരിക്കണം. ഇപ്പൊ വ്യത്യസ്ത കാലാവസ്ഥക്ക് അനുയോജ്യ പെയിന്റുകൾ ഉണ്ട്. അതന്നെ ഹൈ ലോ ഇൻകം ഗ്രൂപ്പിന് വ്യത്യസ്ത ഇതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവർ നടപ്പിലാക്കുന്നത്. അത് ആക്ഷനബിൾ ആണ്. അപ്പം ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫക്റ്റീവ് സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫോർ സക്സസ്. ഒരു സെഗ്മെന്റേഷൻ എന്തിന്റെ ബേസിലായിരിക്കണം, അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ എങ്ങനെയാണ് സെഗ്മെന്റ് ചെയ്യേണ്ടത്. അതിലൊന്ന് എന്താണ്, മെഷറബിൾ ആയിരിക്കണം, അത് ആക്സസിബിൾ ആയിരിക്കണം, ആ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യാനും അതിലേക്ക് ഇറങ്ങി ചെല്ലാനും പറ്റണം, സബ്സ്റ്റാൻഷ്യൽ ആവണം, ഡിഫറൻഷിയേറ്റബിൾ ആവണം, അത് മറ്റുള്ള സെഗ്മെന്റുകളിൽ നിന്ന് ഇതിന് ഒരു വ്യത്യാസം വേണം,
മാത്രമല്ല ആക്ഷനബിളും ആയിരിക്കണം. അത് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകുന്നത്, ബേസിസ് ഓർ വേരിയബിൾസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. എന്തിന്റെ ബേസിലാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ചെയ്യാൻ പറ്റുക? മാർക്കറ്റ് ക്യാൻ ബി സെഗ്മെന്റഡ് ഓൺ ഡിഫറെന്റ് ബേസിസ്. അതായത് ഒന്ന് ഡെമോഗ്രാഫിക് ബേസ് സെഗ്മെന്റേഷൻ ആണ് ഒരു ബേസ്. ഈ കഴിഞ്ഞ KFC ക്വസ്റ്റ്യനിലും കൂടി കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ഈ ബേസിസ് വന്നിട്ടുണ്ട്, സാധാരണ വരാറുണ്ട്. ഇതിൽ സൈക്കോഗ്രാഫിക് അതുപോലെ ചില സെഗ്മെന്റുകൾ കണക്റ്റഡ് എന്നല്ല സിമിലർ ആണെന്ന് തോന്നിപ്പോവും. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ് ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ടത്. ബേസ്ഡ് ഓൺ മെഷറബിൾ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഇവിടെ ബേസിസ് എന്ന് പറയുന്നത് ഒന്ന് ഏജ് ആണ്. ഏജ് എന്ന് പറയുമ്പോൾ നേരത്തെ ഹോർലിക്സിന്റെ കേസിൽ കണ്ടല്ലോ, കിഡ്സ്, യൂത്ത്, അഡൽട്സ്, സീനിയേഴ്സ്. വേണമെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? സെഗ്മെന്റ് ചെയ്യാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും, ഏജിന്റെ ബേസിൽ ചെയ്യാം. മറ്റൊന്ന് എന്നുള്ളത് ജെൻഡറിന്റെ ബേസിലാണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നതിന്റെ പേരിലും എന്ത് ചെയ്യാം? ക്ലാസിഫിക്കേഷൻ നടത്താം. വേറൊന്നുള്ളത് ഇൻകാണ്. ഇൻകത്തിന്റെ ബേസിലാകുമ്പോൾ ലോ ഇൻകം, മിഡിൽ ഇൻകം, ഹൈ ഇൻകം ഗ്രൂപ്പ്സ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം? സെഗ്മെന്റേഷൻ നടത്താവുന്നതാണ്. ഒക്യുപ്പേഷൻ മറ്റൊരു ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കേഴ്സ് ആയിരിക്കാം എന്ന രീതിയിലും ഒക്യുപ്പേഷനെ ബേസിൽ സെഗ്മെന്റേഷൻ നടത്താം. മറ്റൊന്ന് എഡ്യൂക്കേഷൻ ലെവലിൽ UG ആണോ, +2 ആണോ, PG ആണോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി ആണോ എന്നൊക്കെ രീതിയിലും എന്ത് ചെയ്യാം? സെഗ്മെന്റേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ബേസിസ് ഓർ വേരിയബിൾസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റേഷൻ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. അതിൽ ഏജിന്റെ ബേസിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ, വരുമാനത്തിന്റെ ബേസിൽ ഹൈ ഇൻകം ലോ ഇൻകം, ഓക്യുപ്പേഷന്റെ ബേസിൽ, ഈവൻ എഡ്യൂക്കേഷന്റെ ബേസിൽ, ഇനി വേണമെങ്കിൽ കുടുംബത്തിന്റെ വലുപ്പത്തിന്റെ ബേസിൽ, ഇപ്പൊ മൈക്രോ ഫാമിലി ആണോ മാക്രോ, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം? ഫാമിലിന്റെ മെമ്പേഴ്സിന്റെ എണ്ണത്തിന്റെ കേസിൽ ഇനി ആ പറഞ്ഞ രീതിയിലൊക്കെ എന്ത് ചെയ്യാം? അതൊക്കെ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. ഇപ്പൊ നാട്ടിൽ നമ്മൾ ചോദിച്ചൊരു എക്സാം ഉണ്ടായിരുന്നു, ഫെയർ ആൻഡ് ലോവലിന്റെ ഗ്ലോ ആൻഡ് ലോവലി സ്ത്രീകൾക്കായിട്ടും മെൻസ് ഫെയർനെസ് ക്രീം പുരുഷന്മാർക്ക്, അത് മെയിൽ ആൻഡ് ഫീമെയിലിന്റെ ബേസിലെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഇനി അതല്ലെങ്കിൽ ഏജിന്റെ ബേസിലാണെങ്കിൽ ടോയ്സ് കുട്ടികൾക്ക്, 2 വീലർ കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക്, ഇൻഷുറൻസ് പ്ലാൻസ് കുടുംബങ്ങൾക്കായിട്ട് എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷനിലൂടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതാണ് ഫാമിലി സൈസ് ലൈഫ് സൈക്കിൾ വിട്ടുപോയി, അതും അടക്കം. ഇവിടെ വേറെ എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്, കോസ്മെറ്റിക് ബ്രാൻഡ്സ് മേക്സ് ഫെയർനെസ് ക്രീം സെപ്പറേറ്റ്ലി ഫോർ മെൻ ആൻഡ് വിമൻ. ഇനി അടുത്ത പോയിന്റ് ആണ് ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ. ഡിവൈഡ് ദി മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ. ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണല്ലോ, അപ്പൊ അത് ലൊക്കേഷൻ ബേസ്ഡ്, നാഷൻ, റീജിയൻ, സ്റ്റേറ്റ്, സിറ്റി, റൂറൽ, അർബൻ എന്ന രീതിയിലൊക്കെ ലൊക്കേഷൻ ബേസ്ഡ് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്ലൈമറ്റ്, ഹോട്ട്, കോൾഡ്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അവർക്ക് അനുയോജ്യമായ പ്രൊഡക്റ്റുകളും വ്യത്യാസം ഉണ്ടല്ലോ. പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇപ്പൊ മെട്രോ, സ്മാൾ ടൗൺ അല്ലെങ്കിൽ വില്ലേജ് എന്ന രീതിയിലും ഒക്കെ എന്ത് ചെയ്യാം? പോപ്പുലേഷന്റെ ബേസിലും എന്ത് ചെയ്യാം? സെഗ്മെന്റേഷൻ ചെയ്യാം. ഇതിനെയാണ് ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് നഗര ഗ്രാമപ്രദേശങ്ങൾ എന്നോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ എന്ന രീതിയിലോ, ഇപ്പോൾ കാലാവസ്ഥ ബേസിൽ നല്ല തണുപ്പുള്ള നാടുകളുണ്ട് അല്ലെ, ഐസ് -2 തണുപ്പുള്ള നാടുകളുണ്ട്. അതേപോലെ ചൂട് കൂടിയ അല്ലെങ്കിൽ ജനസാന്ദ്രത ഉള്ളതും ഇല്ലാത്തതുമായ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം? ഇവിടെ സെഗ്മെന്റേഷൻ പോസിബിൾ ആണ്. അതിനെയാണ് ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയാം. ഇപ്പൊ ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ഡിമാൻഡ് ഉള്ളത്. അപ്പൊ അത് സെഗ്മെന്റേഷൻ ബേസിൽ അത് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ റൂം ഹീറ്ററിന് ഒരുപാട് അവസരമുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പൊ അത് വേറെ സെഗ്മെന്റ് ആണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഓണം സീസൺ അല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ ഓഫർ, അത് കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ച്, കേരള വിപണിയെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സ്ഥിതിയാണല്ലോ.
അപ്പോൾ അതൊക്കെ എന്താണ്, ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. ഓരോ കാലാവസ്ഥ, നഗര അല്ലെങ്കിൽ ഓരോ എന്താ പറയാ നാഷണൽ, റീജിയണൽ, സ്റ്റേറ്റ് അനുസരിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ജിയോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന രീതിയിൽ സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്ലാസിഫിക്കേഷൻ സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി, സോഷ്യൽ ക്ലാസ് ആൻഡ് വാല്യൂസ് എന്നിത്യാദി കാര്യങ്ങൾക്ക് ബേസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ നടത്താൻ പറ്റും. ഇപ്പൊ ജീവിതശൈലി അതിന്റെ ബേസിൽ, ഇപ്പം ജിമ്മ് അതുപോലുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന സമയമാണ്, കൂടുതൽ മാർക്കറ്റുള്ള സമയമാണ്. അതായത് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകൾക്ക് എന്ത് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് അത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ജിം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ അത് ലൈഫ് സ്റ്റൈലാണ്, ഹെൽത്ത് കോൺഷ്യസ്, ലക്ഷറി സീക്കേഴ്സ് എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ നടത്താം. പേഴ്സണാലിറ്റി, ഇപ്പോൾ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിഷ്യസ്, അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്. ഇവർക്കൊക്കെ അനുയോജ്യമായ പ്രൊഡക്റ്റുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അത് പ്രൊമോഷൻ നടത്താനും പോസ്റ്റർ ചെയ്യാനും പറ്റും. സോഷ്യൽ ക്ലാസ്, ഇപ്പോൾ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നീ രീതികളിലൊക്കെ എന്തുണ്ട്, വ്യത്യസ്ത ക്ലാസ് ആളുകളുണ്ട്. അപ്പം അതല്ലെങ്കിൽ ലക്ഷറി സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലക്ഷറി പ്രീമിയം ബ്രാൻഡുകൾ, ഇപ്പോൾ BMW, മെഴ്സിഡസ്, അതുപോലെ പ്രീമിയം വില്ലാസ് അത് വേറൊരു സെഗ്മെന്റ് ആണല്ലോ. അതേപോലെ മിഡിൽ ക്ലാസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് അഫോർഡബിൾ ആയ ഹൗസിംഗ് പ്രൊജക്റ്റുകളായിരിക്കും അവർക്ക് വേണ്ടി വരിക. നോർമൽ ബ്രാൻഡുകൾ മതിയായേക്കാം. അപ്പോൾ അതൊക്കെ ഒരു സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷന്റെ ഭാഗമാണ്. മനോഭാവത്തിന്റെ ബേസിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിന്റെ ബേസിൽ അതുപോലുള്ള ഓരോ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് വേറൊരു സെഗ്മെന്റേഷൻ ആണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ. ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ബേസ്ഡ് ഓൺ കസ്റ്റമർ നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസ്. കസ്റ്റമേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവരെ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതായത് പർച്ചേസ് ബിഹേവിയർ, ബ്രാൻഡ് ലോയൽ ആൻഡ് സ്വിച്ചേഴ്സ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഒരേ ബ്രാൻഡിൽ തന്നെ അവരെന്ത് ചെയ്യും, അവർക്ക് പറ്റുള്ളൂ. ഇവൻ ആ ബ്രാൻഡ് ലഭ്യമല്ല, നിലവിൽ അവൈലബിൾ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അത് വെയിറ്റ് ചെയ്യും. ചില ആളുകൾ സ്വിച്ചേഴ്സ് ആയിരിക്കും, അവർക്ക് ഒരു ലോയൽ ബ്രാൻഡ് ഉണ്ടാവില്ല, അവരെങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കുക എന്ന രീതിയായിരിക്കും ഉണ്ടാവുക. യൂസേജ് റേറ്റ്, ചില ആളുകൾ ഹെവി യൂസേജ് ഉണ്ടാവും, മീഡിയം യൂസേജ് ഉണ്ടാവും, ലൈറ്റ് യൂസേഴ്സ് ഉണ്ടാവും, വളരെയധികം ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെഗ്മെന്റ്, അവരെ ഇനി എങ്ങനെ ഉപയോഗിപ്പിക്കാം അല്ലെങ്കിൽ അവരെ ആ ഒരു നേട്ടം എങ്ങനെ നിലനിർത്താം എന്ന രീതിയിലായിരിക്കും അവർക്കുള്ള പ്രൊമോഷനുകളൊക്കെ പോവുക. ലൈറ്റ് യൂസേഴ്സ് അത് വേറെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അവരെ കൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ ഉപയോഗിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിലായിരിക്കും ആ പ്രൊമോഷൻസ് പോയിക്കൊണ്ടിരിക്കുക. അതേപോലെ ബെനിഫിറ്റ് സോർട്ട്, ഇപ്പൊ ചില ആളുകൾ ക്വാളിറ്റി നോക്കുള്ളൂ, ചില ആൾക്ക് വില മാത്രമേ പ്രശ്നമുള്ളൂ. വില കൂടുതലാണോ കുറവാണോ, ക്വാളിറ്റി ഒരു കൺസേണേ അല്ല. ചില ആൾക്കാർക്ക് ക്വാളിറ്റിയും പ്രൈസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ സ്റ്റാറ്റസ് ആയിരിക്കും, വില അധികം ആയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സ്റ്റാറ്റസ് നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുള്ളൂ, ഫീൽ ചെയ്യുള്ളൂ. കൺവീനിയൻസ് ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയാൽ മതി, വിലയും ക്വാളിറ്റി ഒന്നും പ്രശ്നമില്ല, അവർക്ക് കഴിയുമ്പോൾ അടുത്ത് കിട്ടണം എന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒക്കേഷൻ ബേസ്ഡ് ഉണ്ടാവും, ഇപ്പൊ ഫെസ്റ്റിവൽ, ബർത്ത്ഡേ, സീസണൽ എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ചില ഒക്കേഷൻ ബേസ്ഡ്. ഇപ്പൊ ബർത്ത്ഡേക്ക് മാത്രം എന്താ പറയാ ഒരു സെഗ്മെന്റ് ആണ്, അവർക്ക് മാത്രം പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിൽ ആ ഫെസ്റ്റിവലിൽ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ, ചാൻസ് ഉണ്ടാവും. അപ്പൊ അതൊരു സെഗ്മെന്റേഷൻ ആണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ പറയാ ബിഹേവിയർ സെഗ്മെന്റ്. വാങ്ങുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം, സെഗ്മെന്റ് ചെയ്യാം. ഇപ്പൊ ആമസോൺ പ്രൈമിന്റെ കേസ്, അത് ഹെവി ആയിട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്ഷ്യമിട്ടിട്ടാണ്. വല്ലപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് വേണ്ടതില്ലല്ലോ. അതിപ്പോൾ അതൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ബ്രാൻഡ് ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഐഫോണിന്റെ ഒരു പുതിയ പതിപ്പ് വരുമ്പോൾ അതിന് പിറകെ പോവുക, ഒരു 5-6 മാസം കഴിയുമ്പോൾ അടുത്ത പതിപ്പ് വരും, അപ്പൊ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് അതിന്റെ പിറകെ പോവുക. അതിനുള്ള ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആ ബ്രാൻഡ് എന്ത് ചെയ്യുന്നത്, ഒരു എന്താ പറയാ വിജയിച്ചു പോകുന്നത്.
കാരണം നിലവിലെ പ്രോഡക്റ്റ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ എത്തിയിട്ടില്ല. പുതിയത് വന്നപ്പോൾ അവർ അത്രയും ലോയൽ കസ്റ്റമേഴ്സ് ആണ്, ബ്രാൻഡ് ലോയൽ കസ്റ്റമേഴ്സ് ആണ്. അതുപോലെ ബ്രാൻഡ് ഓറിയന്റഡ് ആയ ഒരുപാട് പ്രോഡക്റ്റ് കാണാൻ പറ്റും. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് പറയേണ്ടത് അതർ മോഡേൺ ബേസിസ് ആണ്. ഇതിലൊന്നും പെടാത്ത എന്നാലോ തികച്ചും മോഡേൺ ആയ ആധുനിക കാലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനും കൂടിയുണ്ട്. അത് ഒന്ന് ടെക് ബേസ്ഡ് സെഗ്മെന്റേഷൻ ആണ്, ടെക്നോളജി ബേസ്ഡ് സെഗ്മെന്റേഷൻ. ഇപ്പൊ ഇന്റർനെറ്റ് യൂസേഴ്സ്, മൊബൈൽ യൂസേഴ്സ് ആണോ അല്ലേ എന്നൊരു അടിസ്ഥാനത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള അതൊക്കെ സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് മാത്രം ലക്ഷ്യം വെച്ചാണ്. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലൊന്നും ചെയ്യാനില്ല. അപ്പൊ അത് ടെക് ബേസ്ഡ് സെഗ്മെന്റേഷൻ ആണ്, ടെക്നോളജി ബേസ്ഡ് സെഗ്മെന്റേഷൻ ആണ്. വേറൊന്ന് എന്താ പറയാ ജനറേഷണൽ സെഗ്മെന്റേഷൻ. ഇപ്പൊ നിലവിൽ നമ്മുടെ ജനറേഷനെ ജെൻസി അല്ലെങ്കിൽ മില്ലേനിയൽ, ജെൻ എക്സ്, ബേബി ബൂമേഴ്സ് ഒക്കെ എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ ആ ഓരോ സെഗ്മെന്റിനും ക്യാരക്ടർ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആപ്പിന് കേസ് എടുക്കുകയാണെങ്കിൽ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, അത് കുറച്ചുകൂടി മുതിർന്ന ആളുകളാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുക. മില്ലേനിയൽ, ജെൻ എക്സ് പോലുള്ള ആളുകളാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുക എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ പോലെ എന്തുണ്ട്, മാറ്റങ്ങളുണ്ട്. ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മാറ്റമുണ്ട്. അത് ജനറേഷണൽ സെഗ്മെന്റേഷൻ ആണ്. വേറെ ഹൈബ്രിഡ് സെഗ്മെന്റേഷൻ. ഹൈബ്രിഡ് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു മിക്സ് ആയിരിക്കും, കോമ്പിനേഷൻ ഓഫ് എബോവ് ബേസിസ് ഫോർ പ്രൈസിങ്, ടാർഗറ്റിംഗ്. മുകളിൽ സൂചിപ്പിച്ച പലതിന്റെയും ഒരു മിക്സ് ആയിരിക്കും ഹൈബ്രിഡ് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പൊ ചില കേസിൽ യൂബറിന്റെ കേസിലോ ഓലന്റെ കേസിലൊക്കെ ഉണ്ട്. അത് മെയിൻ ആയിട്ട് അർബൻ വർക്കിംഗ് പ്രൊഫഷൻസ് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മാത്രല്ല അവർക്ക് എന്തുകൂടി വേണോ, സ്മാർട്ട് ഫോൺ കൂടി വേണോ, അവർ ഉപയോഗിച്ചോളണം. അത് മാത്രല്ല ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പും കൂടി ആവണം അവർ. ഇതൊക്കെ ഒത്തുചേർന്നാലേ എന്ത് വർക്കൗട്ട് ആവുള്ളൂ. ഓല ആപ്പ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ബൈക്കിന്റെ കേസല്ല പറഞ്ഞത്, ഓല പിന്നെ യൂബർ പോലുള്ള ആപ്പുകൾക്ക് ചാൻസ് ഉള്ളൂ. അപ്പൊ വെറും അർബൻ മാത്രമായ പോരാ, അത് സ്മോൾ ടെക്കുകളാവും ആവണം. പിന്നെ മാത്രല്ല പിന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പും ആവണം. ഇതൊക്കെ മിക്സ് ആകുമ്പോഴേ അത് വർക്ക്ഔട്ട് ആവുള്ളൂ യൂബറിന്റെ കേസിൽ. അതൊരു ഹൈബ്രിഡ് സെഗ്മെന്റേഷൻ ആണ്. ഇത്രയാണ് ബേസിസ് ഓഫ് സെഗ്മെന്റേഷൻ. ഇനി നമുക്ക് പറയേണ്ടത് സ്റ്റെപ്സ് ഇൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. എങ്ങനെയാണ് സെഗ്മെന്റ് ചെയ്യേണ്ടത്? സെഗ്മെന്റ് ചെയ്യേണ്ട ബേസ് ഒക്കെ മുമ്പ് പറഞ്ഞല്ലോ, അത് മെഷറബിൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി സ്റ്റെപ്സ് ആണ്. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ഐഡന്റിഫൈ ദ മാർക്കറ്റ്. ഇവരെ മാർക്കറ്റ് തിരിച്ചറിയുക എന്നാണ്. ഇപ്പം ഏത് പ്രൊഡക്റ്റ് ഏത് മേഖലയിൽ എന്നത്, ആ വിപണിയെ അവിടുത്തെ സാധ്യതകൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. രണ്ട്, ചൂസ് ബേസിസ് ഓഫ് സെഗ്മെന്റേഷൻ. ഏത് ബേസിലാണ് സെഗ്മെന്റ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ഡെമോഗ്രാഫിക് ബേസിലാണോ, ജിയോഗ്രാഫിക് ബേസിലാണോ? ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഏജ്, മെയിൽ ഫീമെയിൽ എന്നൊക്കെ. ജിയോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ ബേസിലല്ലേ, ഡിഫറെന്റ് നാഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എന്ന രീതിയിലൊക്കെ. സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷന്റെ, ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റെപ്പാണ് ഡെവലപ്പ് പ്രൊഫൈൽസ്. ഇപ്പം ഇപ്പൊ ഹോർലിക്സിന്റെ കേസിലാണെങ്കിൽ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ന വ്യത്യസ്ത സെഗ്മെന്റ് ഉണ്ടല്ലോ, അതിലൊന്ന് ഓപ്റ്റ് ചെയ്താണെങ്കിലോ അവർക്കും വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ശരി തന്നെ. അപ്പൊ ആ രീതിയിൽ ചോയ്സ് എന്ത് ചെയ്യാം, വ്യത്യസ്ത സെഗ്മെന്റിലെ ചോയ്സ്. പിന്നെ ഡെവലപ്പ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തെ കുറിച്ചുള്ള അവരെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണ്, എന്താണ് ബൈയിങ് കപ്പാസിറ്റി എന്താണ് എന്ന് തിരിച്ചറിയലാണ് ഡെവലപ്പ് പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അവരെ കുറിച്ച് അറിയണം, അവർക്ക് എന്തോരം കപ്പാസിറ്റി ഉണ്ട്, അവരെ പർച്ചേസ് ബിഹേവിയർ എങ്ങനെയാണ്, അവര് ലോയൽ ആണോ അല്ലേ. കസ്റ്റമർ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോ നേരത്തെ പറഞ്ഞത് അർബൻ IT പ്രൊഫഷൻസ്, അതൊരു ഒരു കാറ്റഗറിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക, അവർ ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടാവാം, നല്ല മുന്തിയ ഇനം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ അവരെ ക്യാരക്ടർ ആ രീതിയിലായിരിക്കും ഉണ്ടാവാം. അപ്പോൾ അതാണ് ഡെവലപ്പ് പ്രൊഫൈൽ. അപ്പൊ അർബൻ IT പ്രൊഫഷൻസ് ആരൊക്കെ, അവരെ എങ്ങനെയൊക്കെ എന്നത് അറിയുക എന്നതാണ് ഉദ്ദേശിച്ചത്.
ഡെവലപ്പ്, പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഓരോ സെഗ്മെന്റുകളും. പിന്നെ എന്നുള്ളത് ഇവാലുവേറ്റ് സെഗ്മെന്റ്സ് ആണ്. ഈ പറഞ്ഞ സെഗ്മെന്റിനെ വിലയിരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ചെക്ക് അട്രാക്റ്റീവ്നെസ്. ഇപ്പൊ സെയിൽസ് ആണെങ്കിലും ഗ്രോത്ത് ആണെങ്കിലും കോമ്പറ്റീഷൻ ആണെങ്കിലും, കോമ്പറ്റീഷൻ കുറയണമല്ലോ, ഗ്രോത്ത് കൂടും വേണം, സെയിൽസും എന്ത് ചെയ്യണം, കൂടണം എന്നാണ് ഒരു ടിപ്പിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും സെയിൽസും പിന്നെ ഗ്രോത്തും അവരെ കോമ്പറ്റീഷൻ എന്നിവ എന്ത് ചെയ്യണം, പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ ബേസിലായിരിക്കണം വിലയിരുത്തേണ്ടത്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ്, സെലക്ട് ടാർഗറ്റ് മാർക്കറ്റ്, ചൂസ് വൺ ഓർ മോർ സെഗ്മെന്റ്. എന്ത് ചെയ്യണം, ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഇവർക്ക് സ്യൂട്ടബിൾ ആവുന്ന ഏറ്റവും അനുയോജ്യമായ ഒന്നോ രണ്ടോ സെഗ്മെന്റുകൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. സെലക്ട് ടാർഗറ്റ് മാർക്കറ്റ്, ഇവരുടെ ലക്ഷ്യ വിപണി ഏതാണെന്ന് എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓലന്റെ കേസിൽ, യൂബറിന്റെ കേസിൽ അവര് ഓപ്റ്റ് ചെയ്തത് എന്താണ്, സെലക്ട് ചെയ്ത സെഗ്മെന്റ് ഏതാണ്, അർബൻ വർക്കിംഗ് പ്രൊഫഷൻസിനാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യണം, ഒരു സെഗ്മെന്റ് ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട്. 6, ഡിസൈനിങ് മാർക്കറ്റിംഗ് മിക്സ്. ഇനിയാണ് എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് മിക്സ് അല്ലെ, പ്രൈസ്, പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രൊമോഷൻ എന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുമ്പേ സൂചിപ്പിച്ച കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മാർക്കറ്റ് മെയിനായിട്ട് ഈ വിവാഹ സീസൺ ആണ്. അപ്പൊ അവിടെ പ്ലേസ് എന്ന് പറയുന്നത് കേരളയാണ്, കേരള സ്റ്റേറ്റ് ആണ്. പ്രൈസ് എന്നത് പറയുമ്പോൾ അത് ഫെസ്റ്റിവൽ ഓഫേഴ്സ് ആണ്. പ്രൈസ് ഒരു സ്പെഷ്യൽ പ്രൈസ് ആണ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പ്രൊമോഷൻ ഉണ്ട്, അത് ഇവിടുത്തെ ഓണം, വിഷു, പിന്നെ ജ്വല്ലറിന്റെ കേസിൽ ഒരു ഡേ പറയാറുണ്ടല്ലോ അവര്, ആ ഡേ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതൊക്കെ എന്താണ്, തികച്ചും എന്താ പറയാ, ഈ പറഞ്ഞ രീതിയിലുള്ള എന്താ പറയാ ഒരു മാർക്കറ്റ് മിക്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോം ചെയ്യേണ്ടതുണ്ട്. ഡിസൈനിങ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണത്. ഏറ്റവും ആദ്യം ഐഡന്റിഫൈങ് മാർക്കറ്റ്, ചൂസ് ബേസിസ് ഫോർ സെഗ്മെന്റേഷൻ, ഡെവലപ്പ് പ്രൊഫൈൽസ്, ഇവാലുവേറ്റ് സെഗ്മെന്റ്സ്, സെലക്ട് ടാർഗറ്റ് മാർക്കറ്റ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് ഡിസൈൻ മാർക്കറ്റിംഗ് മിക്സ്, പ്ലേസ്, പ്രൈസ്, പ്രൊഡക്റ്റ്, പ്രൊമോഷൻ എന്നീ എലമെന്റുകളും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ടൈപ്സ് ഓഫ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ്. ഈ സെഗ്മെന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ഐഡന്റിഫൈ ചെയ്താൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മാസ് മാർക്കറ്റിംഗ് ഓപ്റ്റ് ചെയ്യാം. മാസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും ഒരേ രൂപത്തിൽ, അതിൽ യാതൊരു ക്ലാസിഫിക്കേഷനും ഇല്ല. അൺഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഒരു പൊതുവാണ്, പൊതു വിപണി. അപ്പോൾ വിപണി എന്താ, റേഷൻ ഷോപ്പൊക്കെ പോലുള്ള, അത് എന്താ എല്ലാവർക്കും ഒരേപോലെയാണ്, ഒരു ഫിക്സഡ് കോട്ടയാണല്ലോ, ആർക്കും മാറ്റാം, എല്ലാവർക്കും ഒരേ രീതിയിൽ. അവിടെ ക്യാരക്ടർ വ്യത്യാസമല്ല, ഒന്നൊരു വ്യത്യാസമല്ല. ഇപ്പൊ അതൊരു ടൈപ്പ് ഓഫ് സെഗ്മെന്റേഷൻ ആണ്, ടൈപ്പ് ഓഫ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അൺഡിഫറൻഷിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാസ് മാർക്കറ്റിംഗ്, വൺ സ്ട്രാറ്റജി ഫോർ ഓൾ. അവിടെ കസ്റ്റമൈസ്ഡ് അല്ല. ഇപ്പൊ ഇവിടെ കാണാമല്ലോ എക്സാമ്പിൾ, ഷുഗറിന്റെ കേസിൽ, സാൾട്ടിന്റെ കേസിൽ അവിടെ ഏറ്റക്കുറച്ചിലൊന്നുമില്ല, ഫീച്ചേഴ്സിൽ മാറ്റമില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഒറ്റ പരസ്യം മതി. ഓരോ സെഗ്മെന്റ് അനുസരിച്ച് വ്യത്യസ്ത സ്ട്രാറ്റജി ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തത് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, മാസ് മാർക്കറ്റിംഗിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ. ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഫോർ ഈച്ച് സെഗ്മെന്റ്. ഓരോ സെഗ്മെന്റും എന്താണ്, വ്യത്യാസമുണ്ട്, വ്യത്യസ്ത സ്ട്രാറ്റജിയാണ്. ഇപ്പൊ നേരത്തെ പറയുന്ന പോലെ തന്നെ കാറിന്റെ കേസിൽ, മാരുതി സുസുക്കി കാറിന്റെ കേസിൽ അവർക്ക് ഓരോ ഇൻകം ഗ്രൂപ്പിനും അവർക്ക് എന്തുണ്ടാവും, ഓരോ വാഹനങ്ങൾ ഉണ്ടാവും. അവർക്ക് വ്യത്യസ്ത വേരിയന്റ് നല്ല വ്യത്യസ്ത മോഡലുകൾ തന്നെ ഉണ്ട്. ഇപ്പം ലോ സെഗ്മെന്റ് വാഹനങ്ങളുണ്ട്, നല്ല ഹൈ സെഗ്മെന്റ് ഒക്കെ ഉള്ളതുണ്ട്. പിന്നെ അതിന് ഒരു വാഹനം തന്നെ പല വേരിയന്റ് ഉണ്ടാവുമല്ലോ. അതിൽ ബേസിക് വേരിയന്റ് ഉണ്ടാവും, ഹൈന്റെ വേരിയന്റ് ഉണ്ടാവും. അതൊക്കെ എന്താണ്, ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. എല്ലാവർക്കും ഒറ്റ കാറല്ല ഇറക്കുന്നത്. ഇപ്പം ആൾട്ടോ, സ്വിഫ്റ്റ്, അതുപോലുള്ള എന്താണ് ബ്രസ പോലുള്ള വ്യത്യസ്ത കാറ്റഗറി വണ്ടികൾ തന്നെ ഉണ്ട്, ഹൈറാർക്കി തന്നെ ഉണ്ട്. അതിൽ സ്വിഫ്റ്റ് തന്നെ എന്തുണ്ടാവും, ലോ എൻഡും മിഡ് എൻഡും ഹൈ എൻഡും വേരിയന്റുള്ള വാഹനങ്ങളുണ്ട്. അപ്പൊ പല രീതിയിൽ എന്തുണ്ട്, വിലയുടെ ബേസിലും ഫീസിന്റെ ബേസിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വ്യത്യസ്ത സെഗ്മെന്റുകൾ, വ്യത്യസ്ത പരസ്യങ്ങളായിരിക്കും, വ്യത്യസ്ത ആളുകളായിരിക്കും അത് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ. ഡിഫറൻഷിയേറ്റ് മാർക്കറ്റിന്റെ പ്രത്യേകതയാണത്. കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ നിഷ് മാർക്കറ്റിംഗ്, ഒരു പ്രത്യേക മേഖല എന്ത് ചെയ്യാണ് അവർ ഫോക്കസ് ചെയ്യാണ്.
ഒരുപാട് സെഗ്മെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും എന്താ പറയുക, ഒരു ചെറിയ വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെക്കുക, അത് ഒരു ടൈപ്പാണ്, ഒരു സ്റ്റൈലാണ് സെഗ്മെന്റേഷനിലെ. ഇപ്പം ചില ബ്രാൻഡുകൾ ലക്ഷറി ഐറ്റംസ് മാത്രമേ ഇറക്കുള്ളൂ. ഇപ്പോൾ റോളക്സ് വാച്ചിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ലക്ഷറി സെഗ്മെന്റിലേക്ക് അത്രയും എന്താ പറയുക, ഹൈ ഇൻകം ഗ്രൂപ്പിനും അത്ര അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പക്ഷേ അവർ പറഞ്ഞ കുറഞ്ഞ സെയിൽസുകൾ ഇറക്കുള്ളൂ, പക്ഷെ ആ ഒരു സെഗ്മെന്റ് അതിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകൾ അത് വരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിൽ തന്നെ സീരിയസ് ആയ ആളുകൾ വരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഇറക്കി അങ്ങനെ ഉണ്ടാവും. അതൊക്കെ നിഷ് മാർക്കറ്റിംഗ് ആണ്, കോൺസെൻട്രേറ്റ് മാർക്കറ്റിംഗ്. സെഗ്മെന്റുകൾ ഒരുപാടുണ്ട്, അതിൽ നോർമൽ സെഗ്മെന്റ് അല്ല, ഏറ്റവും ചെറിയ ഒരു സെഗ്മെന്റ്, ചെറിയൊരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറയുള്ളൂ, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന നിഷ് മാർക്കറ്റിംഗ് പറയുള്ളൂ. ഫോക്കസ് ഓൺ വൺ സ്പെസിഫിക് സെഗ്മെന്റ്. ദെൻ മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ലോക്കൽ ഇൻഡിവിജ്വൽ മൈക്രോ ലെവലാണല്ലോ. ഇപ്പൊ ടൈലേർഡ് ടു സ്മാൾ ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ ലോക്കൽ ബേക്കറി കസ്റ്റമൈസ് കേക്ക്സ്, ഓരോ ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് അവരെന്ത് ചെയ്തോളും. അതൊരു മൈക്രോ മാർക്കറ്റിംഗ് ആണ്. ലോക്കൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ് ആണ്. വളരെ മൈക്രോ ലെവലിലാണ്, ചെറിയ ഗ്രൂപ്പുകളെയോ വ്യക്തികളെയോ ആണ് ലക്ഷ്യമിടുന്നത്. അപ്പൊ ആ തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്, സെഗ്മെന്റ് ആണെന്ത്, മൈക്രോ മാർക്കറ്റിംഗ്. ഇത്രയാണ് എന്തിലുള്ളത്, 4 ടൈപ്പ് ഓഫ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ്. ഈ ടാർഗറ്റിംഗ് ഈ 4 രീതിയിൽ ഏതെങ്കിലും ഒന്നാവാം. ഡിഫറൻഷിയേറ്റഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് അല്ലെ, മാസ് മാർക്കറ്റിംഗ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. മറ്റൊന്ന് കോൺസെൻട്രേറ്റഡ് എന്ന നിഷ് മാർക്കറ്റിംഗും മൈക്രോ മാർക്കറ്റിംഗും ലോക്കൽ ഇൻഡിവിജ്വൽ. പിന്നുള്ളത് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് അവസാനിപ്പിക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. കാരണം ആ ലെവലിലാണ് സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നത്. എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്, മുകളിൽ സ്വിച്ച് പോലെ ടൈം ആണെങ്കിലും മണി ആണെങ്കിലും അതുപോലെ അതൊക്കെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഹെൽപ്സ് ഇൻ കോമ്പറ്റേറ്റീവ് പൊസിഷനിങ്, വളരെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയ ഒരു പൊസിഷനിങ് ഈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പോസിബിൾ ആക്കുന്നു. ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയാലിറ്റി, ലോയൽ കസ്റ്റമേഴ്സ് സൃഷ്ടിക്കാനും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലേക്ക് മാറ്റാനും മാർക്കറ്റ് സെഗ്മെന്റേഷൻ സാധ്യമാക്കുന്നുണ്ട്. ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, ഇതിലൂടെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്യും പോസിറ്റീവായിട്ട്. ഫെസിലിറ്റേറ്റ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, കാരണം കസ്റ്റമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന അവരുടെ താല്പര്യങ്ങൾ അറിയുന്നു, അവർക്ക് വേണ്ട അവർ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇറക്കേണ്ടതുണ്ട്. അപ്പോൾ ചിലപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ഇനിയും വേണ്ടി വന്നേക്കാം. വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന സമയത്ത് കൂടുതൽ റിസർച്ച് ഒക്കെ വന്നേക്കാം. അപ്പോൾ ഫെസിലിറ്റേറ്റ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ എന്നതും ഇവിടെ സാധ്യമാക്കുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് അഡ്വാൻറ്റേജസ് എന്തിനുണ്ട്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ട്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സ്, ഹെൽപ്സ് ഇൻ കോമ്പറ്റേറ്റീവ് പൊസിഷനിങ്, ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയാലിറ്റി, ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, ഫെസിലിറ്റേറ്റ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. ഇനി അതേപോലെ ലിമിറ്റേഷൻസും ഉണ്ട്, ഡിഫക്ട്സും ഉണ്ട്. അതായത് കോസ്റ്റ്ലി റിസർച്ച്, അതായത് കോസ്റ്റ്ലി ആണ്. മുകളിൽ പറഞ്ഞ ഇന്നോവേറ്റീവ് ആണെങ്കിൽ അവിടെ റിസർച്ച് വേണം, മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതൊരു എക്സ്ട്രാ എഫേർട്ട് ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. റിസ്ക് ഓവർ സെഗ്മെന്റേഷൻ, അതായത് ചില മാർക്കറ്റുകൾ വളരെ ചെറുതായിരിക്കും, സ്മോൾ മാർക്കറ്റ്സ് ഒക്കെ ആകുമ്പോൾ അതിന് ഫോക്കസ് ചെയ്യുക, പൊസിഷൻ ചെയ്യുക, അതിന് വേണ്ട സ്ട്രാറ്റജി ഫോം ചെയ്യുക, പ്രൊമോഷൻസ് ആക്ടിവിറ്റീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും, റിസ്കി ആയിരിക്കും. റോങ് സെഗ്മെന്റേഷൻ, ഇപ്പോൾ ചില സമയത്ത് സെഗ്മെന്റ് ഓപ്റ്റ് ചെയ്ത് ചിലപ്പോൾ അതായിരിക്കില്ല അവർക്ക് ഏറ്റവും അനുയോജ്യമായത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. ഡൈനമിക് കസ്റ്റമർ ബിഹേവിയർ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും സെഗ്മെന്റ് സമയാസമയത്ത് ഓരോ സെഗ്മെന്റിന്റെയും ക്യാരക്ടറൊക്കെ മാറിയേക്കാം. അപ്പൊ AI യുഗമാണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഇത് നിലവിലുള്ള പലതിന്റെയും എന്ത് ചെയ്യും, അത് മാറ്റം വരുത്തിയേക്കാം. ആളുകളുടെ ടേസ്റ്റും പ്രിഫറൻസിലും ഒക്കെ കാലാനുസൃതമായ രീതിയിൽ ഇപ്പൊ ജനറേഷൻ ബൈ ജനറേഷനിലൊക്കെ എന്തുണ്ട്, ഇതിലൊക്കെ മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഓരോ എലമെന്റുകളാണ്. അപ്പൊ അതൊക്കെ ഡിസഡ്വാൻറ്റേജിന്റെ ഭാഗമാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ച UGC നെറ്റ് അല്ലെങ്കിൽ സെറ്റ് എക്സാം, അതുപോലെ CA ഇന്റർ, CMA ഇന്റർ, UGC, പിന്നെ കേരള PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് അടക്കമുള്ള
അതൊക്കെ ഉൾപ്പെടുത്തിയുള്ള MCQ ക്വസ്റ്റ്യനുകളും ഉടനെ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.